സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് സ്നേഹം കാണിക്കുക. നബിതങ്ങളാണ് മുമ്പിലിരിക്കുന്നവരെ കളിക്കാനും ചിരിക്കാനും തുടങ്ങി. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നത്. പെണ്ണുങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ ചിരിച്ചോണ്ടിരിക്കുന്നവരോട് ദാ ഉമർ വരുന്നു, ദാ ഉമർ വരുന്നു. എല്ലാ പെണ്ണുങ്ങൾ ഓടി. ചിലര് ഈത്തപ്പന മരത്തിന്റെ പുറകെ വിളിച്ചു, ചിലര് നബിയുടെ വീടിന്റെ ഭിത്തിയുടെ പുറകെ വിളിച്ചു, ചിലര് പോയി മാറി നിന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാദവാത്തി അൻഫുസിഹിന്ന, സ്വന്തം ശരീരത്തിന്റെ ശത്രുക്കളെ, അത്തഹബിനനി വലാ തഹബനി റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളെ പേടിക്കാതെ കളിയും ചിരിയും കാണിച്ചിട്ട് ഞാൻ വരുമ്പോ നിങ്ങൾ എന്നെ കണ്ട് പേടിക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഭയക്കാത്തതെന്താ? പെണ്ണുങ്ങൾ പേടിച്ചു മാറി. അപ്പൊ ഒരു പെണ്ണ് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉമറേ, എങ്ങനെയാണ് നിന്നെ പേടിക്കാതിരിക്കുക? ഞങ്ങളുടെ റസൂല് സ്നേഹമുള്ള ആളാണ്, ഞങ്ങളുടെ റസൂല് കൃപാലുവാണ്. സഹിലുല്ലൈന, ഞങ്ങളുടെ ഹബീബ് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആളാ. നീ പരിശുപ്രകൃതിയും ക്ഷിപ്രകോപിയുമാണ് മറേ, നിന്നെ ആരാണ് പേടിക്കാതിരിക്കുന്നത് എന്നൊരു പെണ്ണ് ധൈര്യത്തോടെ ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് ഹബീബായ നബി തങ്ങളെ ചിരിച്ചത്രേ. ഉമർ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ ചോദിച്ചു, നബിയേ, ചിരിക്കുന്ന നബിയേ, അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ ക്രൂരനാണെന്നും അങ്ങ് പാവമാണെന്നും ഈ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് അതിന്റെ കൂടെ കൂടി ചിരിക്കുന്നു നബിയേ. സങ്കടത്തോടെ ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉമറേ, ആ പെണ്ണ് പറഞ്ഞത് ശരിയല്ലയോ? മാലഖീക ശൈത്താനു സാലികന ഫജ്ജനകതു ഇല്ലാ സലക ഫജ്ജന ഗൈറ ഫജ്ജിക യാ ഉമർ. നീ ഒരു വഴിയിലൂടെ നടന്നു പോവുകയും മറുഭാഗത്ത് കൂടി പിശാച് വരികയും ചെയ്താൽ നിന്റെ നിഴല് കണ്ടാൽ പിശാച് പോലും പേടിച്ചോടും ഉമറേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്ത്രീകൾ തേടിപ്പോയി നബി തങ്ങളുടെ സാമീപ്യം ചോദിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടം ലിമുസാഹമത്തിൽ ഉലമായി ബിദിക്രി, ഉലമാക്കളുടെ കൂടെ ദിക്റിൽ പങ്കെടുക്കുക. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ രണ്ടാമത്തെ ഇഷ്ടം ലിലമഇൽ ഹവാജിനി, നല്ല കത്തി ചൂട് നിൽക്കുന്ന സമയത്ത് നോമ്പനുഷ്ഠിക്കുക. നല്ല സമയം റമളാൻ. ലിലമഇൽ ഹവാജിരി, ദാഹം കൊണ്ട് തൊണ്ട വരടുന്ന കടും ചൂടുള്ള സമയത്ത് നോമ്പനുഷ്ഠിക്കുക. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം സബലീകരിക്കാൻ പറ്റിയ റമളാനാണ് പ്രാവശ്യത്തെ റമളാൻ. 23 തുടങ്ങും. കത്തി ജ്വലിക്കുന്ന ചൂടാണ്, പ്രതിഫലം ഏറെയാണ്. അതുകൊണ്ട് ചൂട് കാരണത്താൽ നോമ്പ് മാറ്റിവെക്കരുത്. ലിലമഇൽ ഹവാജിരി, മരണക്കിടക്കയിൽ പറയാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം 3 വീക്ക്നെസ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉള്ളൂ. 1 ചൂടുള്ള സമയത്ത്, 2 നോമ്പ് പിടിക്കുക. 3 പാതിരാ സമയത്ത് നിന്ന് നിസ്കരിക്കുക. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ആ ഉറക്കത്തിന്റെ നിഗൂഢതയിലോട്ട് കടന്നു പോകുന്ന സമയത്ത് ആരാരുമില്ലാത്ത നേരത്ത് പാതിരാത്രി എൻ്റെ പടച്ചവന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുക. ഈ റമളാനിലെ തറാവീഹുകള്, ഖിയാമുൽ ലൈലുകള് എല്ലാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മോഹങ്ങളാണ്. അല്ലാഹു അതിനെല്ലാം അനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റമളാനിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുവാനും അതുവഴി അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനും അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലാഹുവേ, 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 നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സലാത്തുല്ലാഹ് സലാമുല്ലാഹ്